യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ജൂൺ 8 വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത്. അപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 9 തൊട്ടാണ്. ജൂൺ 9 മുതലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. രാജ്യത്തെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്തെത്തിയത് നമ്മുടെ സംസ്ഥാനമാണ്. ഏതാണ്? കേരളമാണ്. ഒന്നാമത്തെ ചോദ്യം സെറ്റായോ? രാജ്യത്തെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഒന്നാമത്തെ ചോദ്യം ഓക്കെയാണ്. 2, 2025 ലോകാരോഗ്യ സംഘടന, ആ ലോകാരോഗ്യ സംഘടനയുടെ ആഗോള പരമ്പരാഗത വൈദ്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ചോദിക്കും. ഏതാണ്? ന്യൂഡൽഹിയാണ്. ആ ഉച്ചകോടി ഏതാണെന്ന് നോക്കണേ. വൈദ്യ ഉച്ചകോടി അല്ലെ? വൈദ്യം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് അതൊരു പരമ്പരാഗത ചികിത്സാ രീതിയാണ് എന്നൊക്കെ പറയും. അങ്ങനെ നിങ്ങൾ പഠിക്കണം. ലോകാരോഗ്യ സംഘടനയുടെ ആഗോള പരമ്പരാഗത വൈദ്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരമാണ് ഏത്? ന്യൂഡൽഹി. 2 ചോദ്യമൊക്കെയാണ്. 2025 നോർവേ ചെസ് കിരീട ജേതാവ് മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ അല്ലെ? പല ചെസ് ടൂർണമെന്റുകളും നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ഇത് ഉറപ്പിച്ചു പഠിക്കണം. 2025 നടന്ന നോർവേ ചെസ് കിരീട ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. ആരാണ്? മാഗ്നസ് കാൾസൺ. ഓക്കെ, ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഏറ്റവും പുതിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 131. എത്രയാണ്? 131. പുതിയ സാമ്പത്തിക ഫോറത്തിന്റെ ഏറ്റവും പുതിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? സ്ഥാനം നിങ്ങൾ മനസ്സിൽ ഉത്തരം പറഞ്ഞോളേ. 131. എത്രയാണ്? 131. ഓക്കെ, ഇത്രയും ചോദ്യം നോക്കണേ. ഒന്നാമത് പറഞ്ഞ എന്താണ്? രാജ്യത്തെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് ഏത് സംസ്ഥാനമാണ്? നമ്മുടെ സംസ്ഥാനമായ കേരളം. അപ്പൊ കേരളത്തിന്റെ ടൂറിസം വെബ്സൈറ്റിലാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്? സന്ദർശകർ കയറുന്നത് എന്ന് ഓർത്തോണം. ഇനി 2025 ലോകാരോഗ്യ സംഘടനയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആഗോള പരമ്പരാഗത വൈദ്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. അടുത്ത് ക്ലിയർ ആയി പഠിക്കണം. 2025 നോർവേ ചെസ് കിരീട ജേതാവ്. 2025 നോർവേ ചെസ് കിരീട ജേതാവ് ആരെന്ന് ചോദിച്ചാൽ മാഗ്നസ് കാൾസൺ ആണ്. ആരാണ്? മാഗ്നസ് കാൾസൺ. അടുത്തത് ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഏറ്റവും പുതിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131. 131. അടുത്ത നിങ്ങൾ നോക്കണേ. INS ഗുൽദാർ. കേട്ടോ, INS ഗുൽദാർ പേരാദ്യം പഠിക്കുക. INS ഗുൽദാർ എന്താണ്? INS ഗുൽദാറിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമാക്കി മാറ്റാൻ പോകുന്ന ഒരു പദ്ധതി മഹാരാഷ്ട്ര സംസ്ഥാനം ആരംഭിക്കുകയാണ്. നോക്കണേ, INS ഗുൽദാറിനെ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമാക്കി മാറ്റാനുള്ള പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഓക്കെയാണ്. അപ്പൊ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്തിന്റെ വെബ്സൈറ്റിലാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ കയറിയത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. പിന്നീട് നമ്മൾ ഇന്ന് കേട്ട സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. INS ഗുൽദാറിനെ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമാക്കി മാറ്റാനുള്ള പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഏതാണ്? മഹാരാഷ്ട്ര. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. താർ മരുഭൂമി എവിടെയാണ്? രാജസ്ഥാനിൽ അല്ലെ? താർ മരുഭൂമിയുടെ വ്യാപനം തടയുന്നതിന് ആരവല്ലി പർവ്വതനിരയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആരവല്ലി പർവ്വതനിരയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. ഏതാണ്? ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. അപ്പൊ INS ഗുൽദാറിനെ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം ആക്കാനായി ഒരു പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഏറ്റവും പുതിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131. ഇനി താർ മരുഭൂമിയുടെ വ്യാപനം തടയണം. അതിനുവേണ്ടി ആരവല്ലി പർവ്വതനിരയെ
പുനരുജ്ജീവിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ആരവല്ലി ഗ്രീൻവാൾ പദ്ധതി. 2025 നോർവേ ചെസ് കിരീട ജേതാവാനാണ് മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ. 2025 ലോകാരോഗ്യ സംഘടനയുടെ ആഗോള പരമ്പരാഗത വൈദ്യ ഉച്ചകോടി എവിടെ നടക്കുന്നു? ന്യൂഡൽഹിയില്. രാജ്യത്തെ ടൂറിസ്റ്റ് വെബ്സൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ളത് ഏത് സംസ്ഥാനത്തിന്റെ വെബ്സൈറ്റ്? കേരളം. ഏതിന്റെയാണ്? കേരളം. അപ്പൊ ഏത് ഡേറ്റ്? അടുത്തത് നമ്മൾ പോകുന്നത് ജൂൺ 10 ജൂൺ 10. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതിയിൽ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിൽ നുഴഞ്ഞു കയറിയ ഇസ്രായേൽ ചാര സംഘടനയുടെ പേരാണ് മൊസാദ്. അല്ലെ? നമ്മൾ ഒരു ദിവസം ഒരുപാട് തവണ ഇപ്പം എന്താണ് പത്രത്തിലായാലും അതല്ലെങ്കിൽ ന്യൂസിലും, പത്രത്തിൽ ഒരു ദിവസം ഒരു തവണ കേൾക്കാൻ പറ്റുള്ളൂ, പക്ഷെ ന്യൂസിനകത്ത് ഒരുപാട് തവണ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഇത് മൊസാദ്. എന്താണ് മൊസാദ്? മൊസാദ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഒരു ചാര സംഘടനയാണ്. അല്ലെ? ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദ് എവിടേക്കായിരിക്കും കയറുന്നത്? ഇറാനിലേക്ക്. അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കണം? ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിൽ നുഴഞ്ഞു കയറിയ ഇസ്രായേലിന്റെ ചാര സംഘടനയാണ് മൊസാദ്. തിരിഞ്ഞു പോരുന്ന പരീക്ഷകളിൽ മൊസാദ് നമുക്ക് ഇസ്രായേലും ഇറാനുമായിട്ട് ബന്ധപ്പെടുത്തി വെക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ആരുടെ ചാര സംഘടനയാണ് എന്നുള്ള കാര്യം വ്യക്തമായി പഠിക്കണം. ഇസ്രായേലിന്റെ ചാര സംഘടനയാണ് ഏതെന്ന് പറയുന്നത് മൊസാദ്. അടുത്തിലേക്ക് പോവാം. കരസേനയുടെ ഉപമേധാവിയായി നിയമിതനായ വ്യക്തി. കരസേനയുടെ ഉപമേധാവിയായിട്ട് ആര് നിയമിതനാകുന്നു? ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ. മനസ്സിലായോടെ? കരസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ ആണ്. ഓക്കെ, ആ പേര് നമുക്ക് കിട്ടി. അപ്പൊ മൊസാദ് ഇസ്രായേലിന്റെ ചാരസംഘടനയാണ് എന്ന് പഠിക്കണം. കരസേനയുടെ ഉപമേധാവിയാണ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ എന്ന് പഠിക്കണം. ഓക്കെ, അടുത്ത നോക്കട്ടെ. നാസയുടെ ആക്സിയം 4 പദ്ധതി. നാസയുടെ ആക്സിയം 4 പദ്ധതി അതിൽ പങ്കാളികളാകുന്നത് നോക്കട്ടെ. പങ്കാളിയാകുന്ന കേരളത്തിലെ ഒരു സർവകലാശാലയുണ്ട്, കേരള കാർഷിക സർവകലാശാല. കേരള കാർഷിക സർവകലാശാല. നാസയുടെ ആക്സിയം 4 പദ്ധതിയിൽ പങ്കാളിയാകുന്നത് കേരള കാർഷിക സർവകലാശാലയാണ്. കേരള കാർഷിക സർവകലാശാല. അടുത്തത് ആയുഷ് മന്ത്രാലയം ആരംഭിച്ച നിക്ഷേപക കേന്ദ്രീകൃത പോർട്ടൽ. ആയുഷ് മന്ത്രാലയം ആരംഭിച്ച നിക്ഷേപക കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരാണ് ആയുഷ് നിവേശ് സാരഥി. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ആയുഷ് നിവേശ് സാരഥി എന്ന് പറയുന്നത്, ആയുഷ് നിവേശ് സാരഥി എന്ന് പറയുന്നത് ആയുഷ് മന്ത്രാലയം ആരംഭിച്ച ഒരു പോർട്ടലാണ്. ക്ലിയർ ആയി പഠിക്കുകയാണ്. ആയുഷ് മന്ത്രാലയം ആരംഭിച്ച നിക്ഷേപക കേന്ദ്രീകൃത പോർട്ടലിന്റെ പേര് ആയുഷ് നിവേശ് സാരഥി. നാസയുടെ ആക്സിയം 4 പദ്ധതിയിൽ ആര് പങ്കാളിയാകുന്നു എന്ന് ഓർത്തോണം? കേരള കാർഷിക സർവകലാശാല. ഓക്കെ, അടുത്തത് ഡൈനാമിക് റൂട്ട് പ്ലാനിംഗ് ഫോർ അർബൻ ഗ്രീൻ മൊബിലിറ്റി എന്ന വെബ് ആപ്പ് വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? IIT ഖരഗ്പൂരാണ്. ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉറപ്പിച്ചോണം. IIT ഖരഗ്പൂരിനെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. IIT ഖരഗ്പൂരിന്റെ പ്രത്യേകത, അവരെന്ത് ചെയ്യുന്നേ? ഒരു വെബ് ആപ്പ്, മനസ്സിലായ, ഒരു വെബ് ആപ്പ് കൊണ്ടുവരികയാണ്. ആ വെബ് ആപ്പിന്റെ പേരാണ് ഡൈനാമിക് റൂട്ട് പ്ലാനിംഗ് ഫോർ അർബൻ ഗ്രീൻ മൊബിലിറ്റി. ഓക്കെ ആണോ? ഡൈനാമിക് റൂട്ട് പ്ലാനിംഗ് ഫോർ അർബൻ ഗ്രീൻ മൊബിലിറ്റി എന്ന വെബ് ആപ്പ് വികസിപ്പിച്ച സ്ഥാപനത്തിന്റെ പേര് IIT ഖരഗ്പൂരാണ്. അപ്പം ആയുഷ് മന്ത്രാലയം ആരംഭിച്ച നിക്ഷേപക കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരെന്താണ്? ആയുഷ് നിവേശ് സാരഥി. ആയുഷ് നിവേശ് സാരഥി. അടുത്ത് നോക്ക്. ഋഷികേശ് കർണപ്രയാഗ്. ഋഷികേശ് കർണപ്രയാഗ് ഇതൊക്കെ നമുക്കറിയാം. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. കാരണം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പഠിച്ചിട്ടുണ്ട്? ഗംഗാനദി പഠിച്ച സമയത്ത് കർണപ്രയാഗും രുദ്രപ്രയാഗും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം വരുന്നു. പേര് ജനസു തുരങ്കം. അപ്പൊ നോക്കണേ, ജനസു തുരങ്കം ഉത്തരാഖണ്ഡിലാണ്. ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമാണ് ഏതെന്ന് പറയുന്നത്? ജനസു തുരങ്കം. ജനസു തുരങ്കം. അടുത്തത് പാണ്ഡ്യ കാലഘട്ടത്തിലെ 800 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം കണ്ടെത്തിയ സംസ്ഥാനം.
പാണ്ഡ്യ കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഏത് സംസ്ഥാനം വന്നു കഴിഞ്ഞു? തമിഴ്നാട് വന്നു കഴിഞ്ഞു. മനസ്സിലായോ? അതായത് പാണ്ഡ്യ കാലഘട്ടത്തിലെ 800 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം കണ്ടെത്തിയ സംസ്ഥാനം തമിഴ്നാട്. ഇനി ചോദ്യകർത്താവിന് നമ്മളെ കുഴപ്പിക്കാവുന്ന ഒരേ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാണ്ഡ്യ കാലഘട്ടത്തിൽ 800 വർഷം പഴക്കമുള്ള ഈ ശിവക്ഷേത്രം എന്നതിന് പകരം വേറെ ഏതെങ്കിലും ക്ഷേത്രം, ഒരു എന്താണ് ദേവീ ക്ഷേത്രം എന്നോ മീനാക്ഷി ക്ഷേത്രം എന്നൊക്കെ തന്നാൽ നമ്മൾ തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്ത് അതിന്റെ പുറകെ പോകും. അതുകൊണ്ട് അവിടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ. പാണ്ഡ്യ കാലഘട്ടത്തിൽ 800 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം എവിടെ നിന്ന് കണ്ടെത്തുന്നു? തമിഴ്നാട് നിന്ന് കണ്ടെത്തുന്നു. ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ജനസു തുരങ്കമാണ്. ഡൈനാമിക് റൂട്ട് പ്ലാനിംഗ് ഫോർ അർബൻ ഗ്രീൻ മൊബിലിറ്റി എന്ന വെബ് ആപ്പ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? IIT ഖരഗ്പൂരാണ്. IIT ഖരഗ്പൂർ. ഇത്രയും സെറ്റാണ്. ആയുഷ് നിവേശ് സാരഥി ഓർത്തോണം. ആയുഷ് മന്ത്രാലയം ആരംഭിച്ച കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരാണ് ആയുഷ് നിവേശ് സാരഥി. നാസയുടെ ആക്സിയം 4 പദ്ധതിയിൽ പങ്കാളികളാകുന്നത് കേരള കാർഷിക സർവകലാശാലയാണ് എന്ന് ഓർത്തോണം. കരസേന ഉപമേധാവിയായിട്ട് ആര് നിയമിതരാകുന്നു? ലഫ്റ്റനന്റ് ജനറൽ രാജീവ് കൈ. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിൽ നുഴഞ്ഞു കയറിയ ഇസ്രായേൽ ചാര സംഘടനയുടെ പേരാണ് മൊസാദ്. ഏതാണ്? മൊസാദ്. ഓക്കെ, അങ്ങനെ ഏത് കഴിഞ്ഞ് ജൂൺ 10 അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ 2 ദിവസം കഴിഞ്ഞു. ജൂൺ 9 കഴിഞ്ഞു, ജൂൺ 10 കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടേ? ഓക്കെ ആണോടെ? ഓക്കെ ആണോ? ഓക്കെ ആണ്. യെസ്. ഓക്കെ, നമുക്ക് മാക്സിമം പെട്ടെന്ന് നമുക്ക് ജൂൺ ടു ജനുവരി കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ കൂടെ അങ്ങ് പഠിച്ചോണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ജൂൺ 11 2025 UN സുരക്ഷാ കൗൺസിലിന്റെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം ലഭിച്ച രാജ്യം പാകിസ്ഥാൻ. അപ്പൊ പാകിസ്ഥാനെ നേരത്തെ നമ്മൾ പഠിച്ചു, ഒരു സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാന് കിട്ടിയായിരുന്നു. സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാന് കിട്ടിയായിരുന്നു. അപ്പൊ നമ്മളത് എടുത്തു പറഞ്ഞു അല്ലെ? പാകിസ്ഥാൻ നമുക്ക് തെറ്റിപ്പാൻ സാധ്യതയുണ്ട്. കാരണം ഭീകര വിരുദ്ധ സമിതി അല്ലായിരുന്നു അവിടെ? ഭീകര വിരുദ്ധ സമിതി, ഭീകര വിരുദ്ധ സമിതി. അതിന്റെ ഉപാധ്യക്ഷനായിട്ട് ആരെ തെരഞ്ഞെടുത്തായിരുന്നു? പാകിസ്ഥാനെ തെരഞ്ഞെടുത്തു. ഇവിടെ നമ്മൾ പറയുകയാണ് 2025 UN യുണൈറ്റഡ് നേഷൻസിന്റെ സുരക്ഷാ കൗൺസിൽ, ആ സുരക്ഷാ കൗൺസിലിന്റെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം ഏത് രാജ്യത്തിന് ലഭിക്കുന്നു? പാകിസ്ഥാന് ലഭിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. വിദ്യാഭ്യാസ സാമഗ്രികളുടെ വിതരണത്തിനായി തപാൽ വകുപ്പ് ആരംഭിച്ച പുതിയ തപാൽ സേവനത്തിന്റെ പേരാണ് ഗ്യാൻ പോസ്റ്റ് അല്ലെ? ഗ്യാൻ പോസ്റ്റ്. വിദ്യാഭ്യാസ സാമഗ്രികളുടെ വിതരണത്തിനായിട്ട് തപാൽ വകുപ്പ് പുതിയ ഒരു തപാൽ സേവനം ആരംഭിക്കുന്നു. അതിന്റെ പേരാണ് ഗ്യാൻ പോസ്റ്റ്. ഗ്യാൻ പോസ്റ്റ്. 2 ചോദ്യം സെറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക്. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളിൽ പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം നേടിയ വ്യക്തി, ആ പുരസ്കാരത്തിന്റെ പേരെന്താണ്? പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം അല്ലെ? ലഭിച്ചത് IB സതീഷിനാണ്. ആ പേരെന്ന് പഠിക്കട്ടെ, IB സതീഷ്. അപ്പൊ നമ്മൾ എന്താ പഠിക്കണ്ടേ? IB സതീഷിന് പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം ലഭിച്ചു. ക്ലിയറായി പഠിച്ചേ. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ പരിസ്ഥിതി മിത്ര പുരസ്കാരങ്ങളിൽ പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം നേടിയ വ്യക്തിത്വം IB സതീഷാണ്. അപ്പൊ ഗ്യാൻ പോസ്റ്റ് ഓർത്തോണം. വിദ്യാഭ്യാസ സാമഗ്രികളുടെ വിതരണത്തിനായി തപാൽ വകുപ്പാണ് എന്താ ആരംഭിച്ചിരിക്കുന്നത്? ഗ്യാൻ പോസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോയാൽ 2025 UN സുരക്ഷാ കൗൺസിലിന്റെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം ലഭിച്ച രാജ്യമാണ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അടുത്തത് ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് കച്ചേഗുഡ റെയിൽവേ സ്റ്റേഷൻ. എവിടെയാണ്? തെലങ്കാന.
കച്ചേഗുഡ റെയിൽവേ സ്റ്റേഷൻ തെലങ്കാനയിലാണ്. ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് കച്ചേഗുഡ റെയിൽവേ സ്റ്റേഷൻ, തെലങ്കാന. കിട്ടിയോ? ആദ്യത്തെ എന്താണ് ഡിജിറ്റൽ പേയ്മെന്റ് സേവനം അവതരിപ്പിച്ച റെയിൽവേ സ്റ്റേഷൻ കച്ചേഗുഡ റെയിൽവേ സ്റ്റേഷൻ. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ എത്രാമത്തെ ജയന്തി ആഘോഷമാണ് 2025 ആഘോഷിച്ചത്? 125 അല്ലെ. അപ്പൊ ഏത് മലയാള കവിയുടെ 125ാം ജയന്തി ആഘോഷമാണ് 2025 ജൂണിൽ ആരംഭിച്ചത് എന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾ പറയണം ആരുടെയാണ്? മഹാകവി ജി ശങ്കരക്കുറുപ്പ്. അപ്പം കച്ചേഗുഡ റെയിൽവേ സ്റ്റേഷന്റെ പേര് പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച റെയിൽവേ സ്റ്റേഷനാണ്. ഓക്കെ, ലാസ്റ്റ് ചോദ്യത്തിലേക്ക്. 2025 ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായി മാറിയത് എൻവിഡിയ. ഇത് നോക്കിക്കണം, എപ്പോഴെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ ചോദ്യം ഇങ്ങനെ തന്നെ ശ്രദ്ധിച്ചോണം. 2025 ജൂൺ പ്രകാരം മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായിട്ട് ആര് മാറുകയാണ്? എൻവിഡിയ. 2025 ജൂണിൽ 125ാം ജന്മവാർഷികം ആഘോഷിച്ചത് ഏത് മലയാള കവിയുടേതാണെന്ന് ചോദിച്ചാൽ ശങ്കരക്കുറുപ്പ്. തെലങ്കാനയിലെ കച്ചേഗുഡ റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾ അവതരിപ്പിച്ച റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ സംസ്ഥാന പരിസ്ഥിതി വ്യതിയാന ഡയറക്ടറേറ്റിന്റെ പരിസ്ഥിതി മിത്ര പുരസ്കാരങ്ങളിൽ പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം IB സതീഷിന് ലഭിക്കുന്നു. വിദ്യാഭ്യാസ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച പദ്ധതി ഗ്യാൻ പോസ്റ്റ്. 2025 UN സുരക്ഷാ കൗൺസിലിന്റെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച രാജ്യം പാകിസ്ഥാനാണ്. ഏതാണ്? പാകിസ്ഥാൻ. ഓക്കെ, 3 ദിവസം സെറ്റ് ആയോ? ജൂൺ 12ലേക്ക് കയറാം. ജൂൺ 12 പ്രത്യേകത നമുക്കറിയാം എന്താണ്? ലോക ബാലവേല വിരുദ്ധ ദിനമാണ് എന്ന് പറയുന്നത്. ജൂൺ 12 എന്ന് പറയുന്നത് ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. ഓക്കെ, അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കമന്റ് ആയിട്ട് അറിയിക്കണം. അതായത് ബാലവേല ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് നൽകുന്ന മാർക്ക്, ബാലവേല ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് നൽകുന്ന മാർക്ക് റെക് മാർക്കാണ്. ബാലവേല ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് നൽകുന്ന മാർക്കാണ് എന്ന് പറയുന്നത് റെക് മാർക്ക്. ഈ റെക് മാർക്കിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി, ഭാരതീയൻ മലയാളികളുടെ കൈലാഷ് സത്യാർത്ഥി. വെരി ഗുഡ്, കൈലാഷ് സത്യാർത്ഥി. ഓക്കെ, ക്ലിയർ ആയി. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ് എന്ന് ചോദിക്കും. ജൂൺ 12 ആണ് എന്ന് പറയുന്നത് ലോക ബാലവേല വിരുദ്ധ ദിനം. ഓക്കെ, അടുത്തിലേക്ക് പോകാം. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡർ ആയിട്ട് ആര് നിയമിതയാകുന്നു? കത്രീന കൈഫ്. ആരാടെ? കത്രീന കൈഫ്. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡർ ആയിട്ട് ആര് നിയമിതയാകുന്നു? കത്രീന കൈഫ്. ആരാണ്? കത്രീന കൈഫ്. ബാലവേല വിരുദ്ധ ദിനം കിട്ടി ജൂൺ 12. നമ്മൾ ഈ ജൂൺ 12 പഠിക്കുന്ന സമയത്ത് ജൂലൈ 12 പഠിക്കാറുണ്ട്. മലാല ദിനമാണ് അല്ലെ? കാരണം കൈലാഷ് സത്യാർത്ഥിയും മലാല യൂസഫ്സായിയും തമ്മിൽ ബന്ധമുണ്ട്. എന്തോന്ന് ബന്ധമാണ്? ഒരുമിച്ച് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു എന്നതാണ് അവര് തമ്മിലുള്ള ബന്ധം. ഓക്കെ, അതുകൊണ്ട് ജൂൺ 12 ജൂലൈ 12 നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനവും ജൂലൈ 12 മലാല ദിനവുമാണ്. ക്ലിയർ ആണ്. മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി നിയമിതയായതാരാണ്? കത്രീന കൈഫാണ്. അടുത്തത് കൃഷി വകുപ്പിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി അല്ലെ, നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതിയാണ്. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. കൃഷി വകുപ്പിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതി സംസ്ഥാന തലത്തിൽ ആര് ഉദ്ഘാടനം ചെയ്തു? നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. 2025 ജൂൺ 12. ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് ഈ ഒരു ഡേറ്റ് ആണ്. ചോദ്യം എങ്ങനെ ചോദിക്കത്തോള്? 200-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തം എന്ന് നടന്നു എന്ന രീതിയിൽ ചോദ്യം വരും.
അപ്പൊ നിങ്ങൾ പഠിക്കണം 2025 ജൂൺ 12. 2025 ജൂൺ 12-നാണ് 2025 ജൂൺ 12-നാണ് എന്ത് നടന്നത്? അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്നത്. ഓക്കെ, അടുത്തൊരു വ്യക്തിത്വത്തിലേക്ക് പോകുന്നു. പേര് കൊല്ലംകുടി കറുപ്പായി. കൊല്ലംകുടി കറുപ്പായി. പ്രത്യേകത 2025 ജൂണിൽ അന്തരിച്ച പ്രശസ്ത നാടോടി ഗായികയും നടിയുമായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കൊല്ലംകുടി കറുപ്പായി. ആരാണ്? കൊല്ലംകുടി കറുപ്പായി. 2025 ജൂണിൽ അന്തരിച്ച പ്രശസ്ത നാടോടി നടിയും ഗായികയുമാണ് ആരെന്ന് പറയുന്നത്? കൊല്ലംകുടി കറുപ്പായി. അപ്പൊ 2025 ജൂൺ 12 ഓർത്തോണേ. 2025 ജൂൺ 12-നാണ് അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്നത്. ഓക്കെ, അടുത്ത് പോകാം. പഠനത്തിന് മുന്നിൽ നിൽക്കുന്ന നിർധരരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ഒരുക്കാനായിട്ട് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് വിദ്യാമൃതം. ഇത്ര ഓർത്താൽ മതി. പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി. കാരണം ആ പദ്ധതിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വിദ്യാർത്ഥികൾക്കുള്ളതാണ്. കാരണം എന്താണ്? പേര് വിദ്യാമൃതം എന്നാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വിദ്യാമൃതം ആരംഭിച്ചതാരാടെ? കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വിദ്യാമൃതം എന്ന് ഓർത്തോളുക. ഓക്കെ ആണല്ലോ. അടുത്തത് ഒരു നോവലിന്റെ പേരാണ് അന്തകവള്ളികൾ. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അന്തകവള്ളികൾ എന്ന നോവൽ സേതുവിന്റെ നോവലാണ്. ആരുടെ നോവലാണ്? സേതുവിന്റെ നോവലാണ് എന്ന് പറയുന്നത് അന്തകവള്ളികൾ എന്ന് പറയുന്നത്. ഇത്രയും 2025 ജൂണിൽ 7 പേരുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം നടന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഏതാണ്? ഉത്തരാഖണ്ഡ്. അടുത്തത് സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിന്റെ പുതിയ പേര് എന്താണ്? ഭൂവിനിയോഗ ബോർഡിന്റെ പേര് എന്തായി മാറിയടേ? ഭൂവിനിയോഗ വകുപ്പ് എന്നായി മാറിയെന്ന് ഓർത്തോണം. സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിന്റെ പുതിയ പേരെന്തായി മാറി? ഭൂവിനിയോഗ വകുപ്പ് എന്നായി മാറി. ക്ലിയർ ആണ്. അടുത്തത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോയുടെ പേരാണ് റേഡിയോ നെല്ലിക്ക. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോയുടെ പേരാണ് ഏത്? റേഡിയോ നെല്ലിക്ക. ഓക്കെ, അപ്പൊ സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിന്റെ പുതിയ പേരെന്തായിരുന്നു? ഭൂവിനിയോഗ വകുപ്പ് എന്നാണ്. 2025 ജൂണിൽ 7 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഹെലികോപ്റ്റർ അപകടം എവിടെ നടന്നത്? ഉത്തരാഖണ്ഡ്. അത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുകയാണ് അഹമ്മദാബാദ് വിമാന അപകടമുണ്ടായത് 2025 ജൂൺ 12-നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോണിന്റെ പേരാണ് രുദ്രാസ്ത്ര എന്നാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോണിന്റെ പേരാണ് രുദ്രാസ്ത്ര. സെറ്റാണ്. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18-ൽ നിന്ന് 21 ഉയർത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് അല്ലെ. ഇത് എല്ലാ സംസ്ഥാനത്തിലും വരേണ്ടതാണ് അല്ലെ. 18-ൽ നിന്ന് 21 ആക്കുമ്പോൾ ഇത്രയും ആളുകളുടെ എന്ത് കുറയും? ഈ പറഞ്ഞ ലഹരി അല്ലെ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറഞ്ഞു കിട്ടും. മനസ്സിലായപ്പോ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18-ൽ നിന്ന് എത്രാക്കി ഉയർത്തി? 21 ഉയർത്തി. ഏത് സംസ്ഥാനം? നമ്മുടെ സംസ്ഥാനമല്ലേ. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയാണ് എന്ന് ഓർത്തോണം. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിന്റെ പേരാണ് ജീവധാര. അപ്പൊ എന്താണ് ജീവധാര? ജീവധാര ഒരു സോഫ്റ്റ്വെയർ ആണ്. ജീവധാര എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്നതിനുള്ള കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിന്റെ പേരാണ് ജീവധാര. അപ്പൊ ഏത് സംസ്ഥാനമാണ് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18-ൽ നിന്ന് 21 ഉയർത്തിയത്? കർണാടകയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോണിന്റെ പേരെന്താണ്? രുദ്രാസ്ത എന്നാണ്. അടുത്ത നമ്മൾ പഠിക്കണം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായിട്ട്
ഒരു ഇന്റർനെറ്റ് റേഡിയോ ആരംഭിച്ചു. അതിന്റെ പേരാണ് റേഡിയോ നെല്ലിക്ക. അടുത്തത് സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിന്റെ പുതിയ പേരാണ് ഭൂവിനിയോഗ വകുപ്പ്. 2025 ജൂണിൽ 7 പേരുടെ മരണത്തിന് ഇടയായ ഹെലികോപ്റ്റർ ദുരന്തം ഏത് സംസ്ഥാനത്തിലാണ് നടന്നത്? ഉത്തരാഖണ്ഡിലാണ് നടന്നത്. എവിടെയാണ് നടന്നത്? ഉത്തരാഖണ്ഡ്. സംസ്ഥാനത്തെ എല്ലാ ബ്ലഡ് ബാങ്കുകളുടെയും വിവരങ്ങൾ ലഭിക്കത്തക്ക രീതിയിലുള്ള കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിന്റെ പേരാണ് ജീവധാര. ഓക്കെ, അപ്പൊ ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14 എന്ന് ഓർക്കണം. എന്നാണ് ജൂൺ 14 രക്തദാന ദിനം. ജൂൺ 12 എന്തായിരുന്നു? ജൂൺ 12 എന്താണ്? ബാലവേല വിരുദ്ധ ദിനം. അടുത്ത നോക്കട്ടെ, 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്കയാണ്. ആരാണ്? ദക്ഷിണാഫ്രിക്ക. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്ക. അടുത്തിലേക്ക് പോവാം നമുക്ക്. അറബിക്കടലിൽ സൈനിക അഭ്യാസം നടത്തുന്നതിനിടെ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധ വിമാനത്തിന്റെ പേരാണ് F-35 അല്ലെ? നമ്മൾ വാർത്തയിൽ കണ്ടായിരുന്നു F-35. അറബിക്കടലിൽ സൈനിക അഭ്യാസം നടത്തുന്നതിനിടെ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധ വിമാനത്തിന്റെ പേരാണ് F-35 അല്ലെ? നമ്മൾ പേടിച്ചായിരിക്കും ഇതൊക്കെ കൊണ്ട് തിരുവനന്തപുരത്ത് ഇറക്കുന്നത്. കാരണം ബ്രിട്ടീഷുകാരാണ്. പണ്ട് നമ്മളോട് കാണിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായതുകൊണ്ട് നമുക്കൊരു പേടിയുണ്ടാവും, പ്രത്യേകിച്ച് അവരുടെ യുദ്ധവിമാനമൊക്കെ കൊണ്ടുവന്ന് ഇറക്കുക എന്നുള്ള കാര്യത്തിൽ അല്ലെ. അപ്പൊ നിങ്ങൾ ഓർത്തോണം, അറബിക്കടലിൽ സൈനിക അഭ്യാസം നടത്തുന്നതിനിടെ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ പേര് F-35 കേട്ടോ. 2025 ഇ സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നമ്മുടെ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ആണ്. ആരാണ്? ക്രിസ്റ്റിയാനോ റൊണാൾഡോ അല്ലെ? ക്രിസ്റ്റിയാനോ റൊണാൾഡോ അല്ലെ? പേരൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അനന്തുകാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു ഇതൊക്കെ വന്നേനെ. 2025 ഈ സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസിഡറായി തിരഞ്ഞെടുത്തത് ക്രിസ്റ്റിയാനോ റൊണാൾഡോ. സംസ്ഥാനത്തെ ആദ്യ സോളാർ മോഡൽ വില്ലേജായി പ്രഖ്യാപിച്ച ഗ്രാമം രാജാക്കാസ്. സംസ്ഥാനത്തെ ആദ്യ സോളാർ മോഡൽ വില്ലേജായി പ്രഖ്യാപിച്ച ഗ്രാമമാണ് രാജാക്കാസ്, ഹിമാചൽ പ്രദേശിലെ രാജാക്കാസ്. അപ്പൊ എന്താണ് ഹിമാചൽ പ്രദേശിലെ രാജാക്കാസിന്റെ പ്രത്യേകത? സംസ്ഥാനത്തെ ആദ്യ സോളാർ മോഡൽ വില്ലേജ് ആയിട്ട് പ്രഖ്യാപിച്ച ഗ്രാമമാണ് ഏതെന്ന് പറയുന്നത്? രാജാക്കാസ് എന്ന് പറയുന്നത്. ഏതാണ്? രാജാക്കാസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. 2025 ബഷീർ അമ്മ മലയാളം പുരസ്കാരം നേടിയതാരാണ്? തരുൺ മൂർത്തി. അപ്പൊ നിങ്ങൾ ഓർത്തോണേ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു സാറാ ജോസഫിന് എന്ത് കിട്ടിയടേ? മാതൃഭൂമി പുരസ്കാരം കിട്ടിയെന്ന് പഠിച്ചു അല്ലെ? അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആവുകയും ചെയ്തു. പിന്നെ നമ്മൾ ഓർമ്മ പഠിച്ചായിരുന്നല്ലോ ആ പുരസ്കാരത്തിന് മഞ്ജു വെള്ളായണിക്ക് കിട്ടിയ പുരസ്കാരം ഏതായിരുന്നു? മഞ്ജു വെള്ളായണി ഉള്ളൂർ പുരസ്കാരം. വെരി ഗുഡ്. ഉള്ളൂർ പുരസ്കാരം ലഭിച്ച ആർക്കായിരുന്നു? മഞ്ജു വെള്ളായണി. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നു 2025 ബഷീർ അമ്മ മലയാളം പുരസ്കാരം ആർക്ക് ലഭിക്കുകയാണ്? തരുൺ മൂർത്തിക്ക് ലഭിക്കുകയാണ്. 2025 അന്താരാഷ്ട്ര യോഗാ ദിന വേദി എപ്പോഴും ചോദിക്കുന്നതാണ്. 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി എവിടെയാണ്? വിശാഖപട്ടണമാണ് 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി എവിടെയാണ്? വിശാഖപട്ടണം. അപ്പൊ ഏത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ്? നമ്മുടെ ജൂൺ 14 കഴിഞ്ഞിരിക്കുകയാണ്. ഓടിച്ചു വായിക്കാൻ വേണ്ടി നമുക്ക് ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്ക. അറബിക്കടലിൽ സൈനിക അഭ്യാസം നടത്തുന്നതിനിടെ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് ബ്രിട്ടീഷുകാരുടെ യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഇറക്കുന്നു. പേര് F-35 എന്നാണ്. F-35. 2025 ഈ സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസിഡറായിട്ട് ക്രിസ്റ്റിയാനോ റൊണാൾഡോ തിരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാനത്തെ ആദ്യത്തെ സോളാർ മോഡൽ വില്ലേജ് ആണ് കേട്ടോ. ഗ്രാമം രാജാക്കാസ്, ഹിമാചൽ പ്രദേശാണ്. 2025 ബഷീർ അമ്മ മലയാളം പുരസ്കാരം തരുൺ മൂർത്തിക്ക് ലഭിക്കുന്നു.
2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി വിശാഖപട്ടണമാണ്. നമുക്ക് അടുത്തൊരു ദിവസം വായിക്കാം. ജൂൺ 15. ജൂൺ 15 പ്രത്യേകതകളിലേക്ക് പോകുന്നു. 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത്. 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് ഇന്ത്യയും ശ്രീലങ്കയുമാണ്. ഓക്കെ. 2025 35 ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം. 25 to 35 ജലവൈദ്യുത ദശകമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഓർത്തോണേ, 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്നത് ഇന്ത്യ ശ്രീലങ്ക. 2025-35 ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ക്രൊയേഷ്യയുടെ പ്രധാനമന്ത്രി. ജസ്റ്റ് മനസ്സിൽ കൊണ്ടുവരണം. ക്രൊയേഷ്യയുടെ പ്രധാനമന്ത്രി പഠിക്കടേ ആന്ത്രൈ പ്ലെങ്കോവിച്ച്. പേരുള്ള ആന്ത്രൈ പ്ലെങ്കോവിച്ച് ആണ് ക്രൊയേഷ്യയുടെ പ്രധാനമന്ത്രി. പാകിസ്ഥാന്റെ സേനാ മേധാവിയാണ് അസിൻ മുനീർ. അസിൻ മുനീറിനെ പഠിച്ചോണം. കാര്യം ഇന്നും എന്താണ് വാർത്തകളിൽ അസിൻ മുനീറിന്റെ പേര് വന്നിരുന്നു, അല്ലെ? അതായത് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ചില പിന്നെ പരാമർശങ്ങൾ അസിൻ മുനീർ നടത്തിയതായിട്ട് ഇന്നും വാർത്തകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പേരെന്ന് പഠിച്ചോണം. പാകിസ്ഥാൻ സേനാ മേധാവിയാണ് അസിൻ മുനീർ. ഏറ്റവും കൂടുതൽ ആണവ പോർമുനകളുള്ള രാജ്യം റഷ്യയാണ്. ഏറ്റവും കൂടുതൽ ആണവ പോർമുനകളുള്ള രാജ്യം ഏതാണ്? റഷ്യയാണ് എന്ന് ഓർത്തോണം. രണ്ടാം സ്ഥാനത്തുള്ളത് അമേരിക്കയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആണവ പോർമുനകളുള്ള രാജ്യം റഷ്യ, രണ്ടാം സ്ഥാനം അമേരിക്കയാണ്. പാകിസ്ഥാന്റെ സേനാ മേധാവിയാണ് അസിൻ മുനീർ. ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആന്ത്രൈ പ്ലെങ്കോവിച്ച് ആണ്. 2025-35 ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഏതാണ്? അരുണാചൽ പ്രദേശ്. ഓക്കെ. അടുത്തത് ഇന്ത്യയിലേക്ക് എത്തുന്ന ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനി. ഇന്ത്യയിലേക്ക് എത്തുന്ന ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനി സാറ്റ്കോം ആണ്. ആ പേര് പഠിക്കട്ടെ. സാറ്റ്കോം. എന്താണ് സാറ്റ്കോം? അതൊരു കമ്പനിയാണ്. ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയുടെ പേര് സാറ്റ്കോം. ഇന്ത്യയിലേക്ക് എത്തുന്ന ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയുടെ പേര് സാറ്റ്കോം. ഏറ്റവും കൂടുതൽ ആണവ പോർമുനകളുള്ള രാജ്യം ഏതാണ്? റഷ്യയാണ്. രണ്ടാം സ്ഥാനത്ത് ആരുണ്ടേ? അമേരിക്കയാണ്. ഇന്ത്യയിലേക്ക് എത്തുന്ന ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനിയുടെ പേരാണ് സാറ്റ്കോം. അടുത്ത പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ LPG ഭൂഗർഭ സംഭരണ കേന്ദ്രം മാംഗ്ലൂരിലാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ LPG ഭൂഗർഭ സംഭരണ കേന്ദ്രം മാംഗ്ലൂരാണ്.